ഒരു പാത്രത്തിലേക്ക് 4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. 1-2 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് 3 കൂടിയിട്ട് നന്നായി മിക്സാക്കി എടുക്കണം. മൊത്തത്തിലങ്ങ് മിക്സാക്കി എടുക്കണം. അതിനുശേഷം വെള്ളം ഒഴിച്ചിട്ട് ഇത് കുഴച്ചെടുക്കാം. ഇളം ചൂട് വെള്ളമായിരിക്കണം. നല്ലോണം തിളച്ച വെള്ളവും ആവരുത്, സാധാ പച്ചവെള്ളവും ആവരുത്. നന്നായി കുഴച്ചെടുക്കണം. എന്നിട്ട് ഇതൊരു അരമണിക്കൂർ നമുക്ക് മൂടി വെച്ച് കൊടുക്കണം. അരമണിക്കൂറായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എടുത്തിട്ട് മൈദയില്ലേ അത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഓരോ ബോൾ ഷേപ്പ് എടുത്തിട്ട് ഇതുപോലെ നൈസായിട്ട് പരത്തി കൊടുക്കാം. നല്ലോണം നൈസായിട്ട് പരത്തി കൊടുക്കണം. പെട്ടെന്ന് പരത്തിയെടുക്കാൻ പറ്റും. ഇളം ചൂടുവെള്ളമല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് പരത്തിയെടുക്കാൻ പറ്റും. എന്നിട്ട് അതിലേക്ക് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തും എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതിൽ നിന്നാണ് നമുക്ക് ലെയറായി കിട്ടേണ്ടത്, ഈ എണ്ണ സ്പ്രെഡ് ചെയ്തതിൽ നിന്ന്. അല്ലെങ്കിൽ ലെയറായി കിട്ടില്ല. ഇതുപോലെ എന്നിട്ട് ചുരുട്ടി കൊടുക്കണം. നന്നായി ചുരുട്ടി കൊടുത്തിട്ട് ആ ഭാഗത്ത് നമ്മൾ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതും നമ്മൾ ചുരുട്ടി കൊടുക്കണം. നല്ലൊരു റെസിപ്പിയാണ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇനി ഇതുകൊണ്ട് പോയിട്ട് നമ്മൾ പരത്തിയെടുക്കണം. ഓവറായിട്ട് പരത്തരുത്, ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കണം. മൊത്തത്തിൽ അങ്ങനെ എല്ലാം ഓരോരോ ബോൾ ഷേപ്പാക്കി എടുത്തിട്ട് പരത്തി കൊടുക്കണം. മൊത്തത്തിൽ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഞാൻ അട്ടിയായാണ് വെച്ചത്. നിങ്ങൾക്ക് അതുപോലെ വെക്കാൻ പറ്റൂലെങ്കിൽ സാധാ പോലെ ഓരോന്നായിട്ട് വെക്കണം. കാരണം നമ്മൾ ചുടേണ്ട സമയത്ത് എടുക്കുമ്പം ഇത് പെറ്റി പിടിച്ചിട്ടുണ്ടാവും, എടുക്കാൻ പറ്റില്ല. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഒരു മുട്ടയും കുറച്ച് മല്ലിയിലും കൂടിയിട്ട് മിക്സാക്കി എടുത്തതാണ്. അത് ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. മുട്ട ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ സാധാ ഗീ ഇല്ലേ അതിലേക്ക് മല്ലിയില ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്തെടുത്താലും മതി. ഇനി ഓട് നന്നായി ചൂടായാൽ അതിലേക്ക് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. 1-2 വെച്ചിട്ട് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഇത് വേവിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ആക്കണ്ട. ലൈറ്റ് ബ്രൗൺ നിറമായി നമുക്കിത് എടുത്ത് മാറ്റാം. എല്ലാം കൂടി നന്നായി വേവണം. അതിനാണ് മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുന്നത്. ഹൈ ഫ്ലെയിമിലാണെങ്കിൽ വെന്ത് കിട്ടില്ല. ഇതുപോലെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് ലൈറ്റ് ബ്രൗൺ നിറമായി നമുക്ക് എടുത്ത് മാറ്റാം. മൊത്തത്തിൽ അങ്ങനെ ചുട്ടെടുക്കണം. ചൂടോടുകൂടി തന്നെ 2 വെച്ചിട്ട് ഇതുപോലെ നമ്മൾ പൊറോട്ടക്കൊക്കെ അടിച്ചെടുക്കുന്നില്ലേ അതുപോലെ അടിച്ചെടുക്കണം. നല്ല ലെയറായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ചൂട് പാത്രമാണെങ്കിൽ അതിലേക്ക് ഇട്ട് വെക്കണം, അല്ലെങ്കിൽ ചൂടോടുകൂടി തന്നെ കഴിക്കാൻ നോക്കണം. മൊത്തത്തിൽ അങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട്. അൽഫാമിൻ്റെ കൂടെയാണ് ഞാൻ ഇത് കഴിക്കുന്നത്. മയോണസും ഉണ്ട്. എല്ലാം കൂടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയിൽ ഇത് ഉണ്ടാക്കാൻ പറ്റും. ഇത് ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കാം. പൊറോട്ട മറികടക്കും പറഞ്ഞാൽ മറികടക്കും, അത്രയും ടേസ്റ്റ് ആയിരുന്നു. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.